ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് ദുബായിലെ ഖുറാനിക് പാർക്കിലേക്കാണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ 150 ഏക്കറോളം വരുന്ന മരുഭൂമിയാണ് ഇതുപോലെ പച്ചപ്പൊക്കെ പിടിപ്പിച്ച് പാർക്കാക്കി മാറ്റിയിരിക്കുന്നത്. ഇവിടേക്ക് വരാൻ തികച്ചും ഫ്രീ എൻട്രി ആണ്. ദുബായിലുള്ളവരാണെങ്കിൽ വീക്കെൻഡിൽ കുട്ടികളെ കൊണ്ടൊക്കെ പോവാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒത്തിരി മരങ്ങളും ചെടികളും കിളികളുടെ സൗണ്ടുകളൊക്കെ കേൾക്കാട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ ഗ്ലാസ് ഹൗസ് ആണ് കേട്ടോ. ഞങ്ങള് ഓണം ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഗ്ലാസ് ഹൗസിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഗ്ലാസ് ഹൗസിന്റെ ഉള്ളില് ഖുറാനില് പറഞ്ഞിട്ടുള്ള പലതരം ചെടികളാണ് കേട്ടോ ഉള്ളത്. കൺട്രോൾഡ് ക്ലൈമറ്റിലാണ് കേട്ടോ അതെല്ലാം വളർത്തുന്നത്. പിന്നെ ഇവിടെ ഒത്തിരി മരങ്ങളുണ്ട്. നമ്മള് എന്തോരം നടന്നാലും തീരില്ല കേട്ടോ. അത്രയ്ക്ക് നമുക്ക് കാണാനായിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഓടി കളിക്കാനും ഇഷ്ടംമാതിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അതിനെ രണ്ടായി പിളർന്നിട്ട് അതിന്റെ നടുവിലൂടെ നമുക്ക് നടക്കാനുള്ള സൗകര്യമുണ്ട്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വീക്കെൻഡിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വെക്കേഷൻ ടൈമിൽ വന്നത്, അതുകൊണ്ട് നല്ല ചൂടുണ്ട്. അതുപോലെ തന്നെ ഒരു ഈവനിങ് ടൈമിലൊക്കെ വരുന്നതെങ്കിൽ നമുക്കിവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ലേക്കിന്റെ നടുവിലൂടെ നടന്ന് നമ്മൾ എത്തുന്നത് ഒരു ഗുഹയുടെ അടുത്തേക്കാണ് കേട്ടോ. ഞങ്ങൾ ഗുഹയുടെ ഉള്ളില് കയറിയില്ല കേട്ടോ. കാരണം വിനയക്കുട്ടനും ദേവക്കുട്ടിക്കൊക്കെ നടന്ന് വയ്യാതെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദേ സൂര്യനൊക്കെ അസ്തമിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാനും ദേക്കുട്ടിയും കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. അപ്പൊ ഇനി വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.